ഇവിടെ തമിഴ്നാട്ടിൽ എംജിആറിന് വയ്യാതാവുകയാണ്. ആൻഡ് ഈ എംജിആറിനെ അവര് വിളിക്കുന്നത് വാദ്യാരെന്നാണ്. അതുകൊണ്ട് തന്നെ എംജിആറിന്റെ ഫാൻസിൽ കുറെ എണ്ണം പാതിരാത്രിയിൽ ഒരു തിയേറ്ററിൽ വന്ന് കയറുകയാണ്. എന്തിനാന്ന് വെച്ചാ എംജിആറിനെ ആശുപത്രി പോയി കാണാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എംജിആറിന്റെ ഒരു പടം കണ്ട് അങ്ങനെ ആശ്വസിക്കാനാണ്. വൗ, ഡയറക്ടർ ബ്രില്യൻസ്. എന്തായാലും ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവര് അറിയുന്നത് എംജിആർ മരിച്ചു പോയെന്ന്. അത് കേട്ട് അവരെല്ലാം ഭയങ്കര ദുഃഖത്തിലാവുകയാണ്. അപ്പോഴാണ് അതിലൊരുത്തന് ഒരു പേരക്കുട്ടി ജനിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൻ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ആൻഡ് ആ കൊച്ചിനെ കണ്ടപ്പോ തന്നെ അവൻ ആ തന്തപ്പടിയോട് പറയുകയാണ്, കൺഗ്രാറ്റുലേഷൻസ്, വാദിയർ പുനർജനിച്ചിരിക്കുന്നെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് ഇതെങ്ങനെ ഇവന് മനസ്സിലായെന്ന്. അതായത് അയാൾ എങ്ങനെ ഇത് കണ്ടുപിടിച്ചെന്ന് വെച്ചാ എംജിആർ മരിച്ച സമയവും ഈ കുട്ടി ജനിച്ച സമയവും ഒന്നായിരുന്നു. അത് മാത്രമല്ല എംജിആറിന്റെ കാലിന്റെ അടിയിലും ഒരു മറുകുണ്ടായിരുന്നു. ഇപ്പൊ തായി കുഞ്ഞിന്റെ കാലിന്റെ അടിയിലും ഒരു മറുകുണ്ടായി. അതുകൊണ്ട് തന്നെ വാദിയർ പുനർജനിച്ചെന്ന് അയാൾ കൺഫേം ചെയ്യുകയാണ്. എന്തായാലും നമ്മുടെ ഈ കിളവൻജി ആ ചെറുക്കനെ ഒരു എംജിആർ ആക്കാനായിരുന്നു ശ്രമിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ദിവസം നമ്മുടെ ചെറുക്കൻ പോയി ലോട്ടറി എടുക്കുകയാണ്. അങ്ങനെ എന്തോ ഒരു ഭാഗ്യം പോലെ അവൻ 50,000 രൂപ അടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കുരിപ്പ് വളരെ സന്തോഷത്തോടെ ആ കിളവൻജിയുടെ അടുത്തോട്ട് പോയി ഇത് നിങ്ങൾക്ക് ബുള്ളറ്റ് വാങ്ങാൻ ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും, മോനെ വാദിയാർ എന്താ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് അറിയാവോ, അധ്വാനിച്ചു മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ ആ ലോട്ടറി കീറിക്കളയുകയാണ്. എന്റെ പള്ളി, എടാ നിനക്ക് വേണ്ടെങ്കിൽ നീ വേറെ ആർക്കെങ്കിലും കൊടുത്താ പോരെ, നീ എന്തിനാ കീറിക്കളയുന്നത്? എന്തായാലും അതോടായപ്പോഴത്തേനും നമ്മുടെ ചെറുക്കനെ നാട്ടുകാർ മൊത്തം കളിയാക്കാൻ തുടങ്ങുകയാണ്. ക്ലാസ്സിലെ അപമാനം, നാട്ടിലെ അപമാനം. എന്തായാലും അതോടായപ്പോഴത്തേനും അവൻ എംജിആർ പടത്തിലെ വില്ലനായ എം.എൻ. നമ്പ്യാരെ പോലെ ആകാൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം അവനോട് ആ കിളവൻജി, മോനെ നിനക്ക് അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് എംജിആറിനെ പോലെ ആകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവൻ പോലീസ് ആവാൻ തീരുമാനിക്കുകയാണ് അത്രേ. അങ്ങനെ മുഴുവൻ അപരാധപ്പറവുകളുടെയും രൗദ്രഭാവം ആവാഹിച്ച ആ മൂർത്തിക്കുന്ന പേര് ഇൻസ്പെക്ടർ രാമു എന്നാണ്. ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക ഫ്രോഡ്, കൈക്കൂലി വാങ്ങുന്നത് എങ്ങനെയെന്ന് ഇവനെ കണ്ടാണ് ബാക്കിയുള്ള പോലീസുകാർ പഠിക്കുന്നത് തന്നെ. എന്തായാലും അങ്ങനെ ഒരു കൈക്കൂലി കേസിന് കോടതി അവന് 6 മാസം സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഇതേ കൊടൂര വില്ലനെ കാണിക്കുന്നുണ്ട്. അയാൾ ഒരു കാശുകാരനാണെന്നാ തോന്നുന്നത്. എന്തായാലും നമ്മുടെ ചീഫ് മിനിസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് അയാളുടെ എന്തോ ഒരു പ്രൊജക്ടിന് കുറച്ച് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ ഒതുക്കാൻ വേണ്ടി ഷൂട്ടിംഗ് ഓർഡർ ചോദിക്കുകയാണ്. എന്നിരുന്നാലും ആ CM അതൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറയുമ്പോഴത്തേനും 142 യൂറോ ആണ് അവർ വാഗ്ദാനം ചെയ്യുന്നതൊക്കെ പറയുമ്പോഴത്തേനും അയാൾ അതിന് സമ്മതിക്കുകയാണ്. എന്തായാലും മറ്റൊരിടത്ത് നമ്മുടെ രാമു ഉണ്ടല്ലോ, അവൻ ബാറിലൊക്കെ പോയി നല്ല ചില്ലടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൻ രാത്രി വരാൻ നേരം അവിടെ റോഡിന്റെ നടുക്ക് ഒരു പെൺകുട്ടി നിന്ന് ഒരു മൂങ്ങയെ നോക്കി അതിനെ ക്യൂട്ട്നെസ് ഇട്ട് കാണിക്കുകയാണ്. അന്നേരത്തിന് ഈ കാമക്കണ്ണൻ രാമുവിന്, എന്താ കുട്ടി ഇവിടെ ഇങ്ങനെ കുട്ടി നിക്കറൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ചോദിക്കുമ്പോഴത്തേനും അവൾ ഇവനെ പട്ടിയാക്കി വിട്ടിട്ട് പോവുകയാണ്. അതേ സമയത്തായിരുന്നു അവിടെ ഒരു ആക്സിഡന്റ് നടക്കുന്നത്. അങ്ങനെ ഈ രാമു അത് ആരാ എന്താന്നൊക്കെ ചെന്ന് നോക്കുമ്പോഴത്തേനും അതൊരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ബോധം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവളുടെ ഫേസ് ഐഡി വെച്ച് അവളുടെ ഫോൺ അൺലോക്ക് ആക്കിയിട്ട് അവൻ അവളുടെ വീട്ടുകാരെ വിളിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് ആ വില്ലന്റെ മകളായിരുന്നു. പക്ഷേ ആ ആക്സിഡന്റിൽ അവൾക്കൊന്നും പറ്റിയില്ലെങ്കിലും അവള് വേറൊരു ബൈക്കുകാരനെ ഇടിച്ച് കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വില്ലൻ പറഞ്ഞിട്ട് രാമു ആ കാർ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും രാമു അവളെ രക്ഷിച്ചതുകൊണ്ട് തന്നെ ആ വില്ലൻ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോളാം എന്ന് പറയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ രാമു ചോദിക്കുന്നതോ അവന്റെ ആ സസ്പെൻഷൻ ഒഴിവാക്കാനായിരുന്നു. എന്തായാലും പോലീസും മന്ത്രിമാരും എല്ലാം പോക്കറ്റിലിരിക്കുന്ന ഈ വില്ലൻ അത് അന്നേരം തന്നെ ശരിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും പിറ്റേ ദിവസം തന്നെ നമ്മുടെ രാമു ആ സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പോഴാണ് ആ വില്ലന്റെ സഹായി അവനെ വിളിച്ചിട്ട് നേരത്തെ ആക്സിഡന്റിൽ മരിച്ച ചെറുക്കനെ പറ്റി ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ട്, നീ അതൊന്ന് കണ്ടുപിടിച്ച് ഇതൊന്ന് ഒതുക്കി തീർക്കാൻ പറയുന്നത്. ആൻഡ് ഇവൾ ആരാണെന്ന് ഇവളിങ്ങനെ ഓജോബോർഡൊക്കെ യൂസ് ചെയ്ത് ബാധയൊക്കെ ഒഴിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടിയുള്ള ടീമാണ്. ആൻഡ് അവൾ ആ വീഡിയോയിൽ പറയുന്നത് എന്താന്ന് വെച്ചാ, അന്നൊരു ദിവസം അവളിങ്ങനെ മൂയെ നോക്കി ക്യൂട്ട്നസ് ഇട്ടില്ലേ, അന്ന് അവൾക്ക് ആ റോഡിൽ എന്തോ നടക്കാൻ പോകുന്നത് തോന്നിയിരുന്നു. പക്ഷെ അവൾ അത് വലിയ കാര്യമാക്കില്ലായിരുന്നു. എന്തായാലും വീട്ടിൽ ചെന്നപ്പോഴത്തേനും അവൾക്ക് ഇതേ തോന്നല് വരികയാണ്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അവൾ ആ റോഡിൽ പോയി തിരക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു മരണമൊക്കെ നടന്നെന്ന് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവൾ നേരെ ഓജോബോർഡ് ഉപയോഗിച്ച് ആ ആത്മാവിന് നീതി കിട്ടിയില്ലെന്ന് അവളോട് പറഞ്ഞത്രേ. ആൻഡ് ഇത്രയും കേട്ടപ്പോഴത്തേനും അത് അന്വേഷിക്കാനായിട്ട് നമ്മുടെ കാമക്കണ്ണൻ രാമു അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ഈ വിവരങ്ങളെല്ലാം അവളുടെ വീട്ടിൽ ചെന്ന് അവൻ തിരക്കുകയാണ്. ഉടനെ അവൾ ഇതേ കാര്യം പറയുമ്പോഴത്തേനും അവൻ ഇതിൽ വിശ്വാസം ഇല്ലെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ മരിച്ചുപോയ അമ്മച്ചിയോട് അവള് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് സംസാരിക്കാൻ നോക്കുകയാണ്. പക്ഷെ സാധിക്കുന്നില്ല. ഉടനെ ഇവള് ഈ കാമക്കണ്ണൻ രാമുവിന്റെ നെഞ്ചത്തോട്ട് തല ചായ്ക്കുകയാണ്. അവള് ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുവാണെങ്കിലും നമ്മുടെ രാമു വേറെ ഏതോ ലോകത്തായിരുന്നു. എന്തായാലും ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ട് ആ കോൺസ്റ്റബിൾ വന്നപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും ബോധം വരുന്നത്. ആക്ച്വലി അവള് കുറെ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. അതായത് നീ വിപ്ലവം നടത്താൻ പോവുകയാണോ, നീ അത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് ലാസ്റ്റ് നീ നിന്റെ ഉടമ്പ സൂക്ഷിക്കണം, പിന്നെ നിന്റെ അമ്മച്ചി പറയുന്നത് എന്തെന്ന് വെച്ചാൽ നീ പെട്ടെന്ന് കല്യാണം കഴിക്കണം, അതോടൊപ്പം
നീ നിന്റെ അപ്പച്ചനെ പറ്റിക്കുന്ന നിർത്തിക്കണോന്നൊക്കെ പറഞ്ഞ് അവന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ആൻഡ് ഇനിയാണ് ഈ കഥ മൊത്തത്തിൽ മാറാൻ പോകുന്നത്. അതായത് ആ വില്ലൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, ഒരു ഷൂട്ടിംഗ് നടത്തി അവനെതിരെ സമരം ചെയ്യുന്നവരെല്ലാം കൊല്ലാനായിട്ടുള്ള അത് കുറച്ച് ഹാക്കേഴ്സ് വന്ന് ഒരു വീഡിയോ ആക്കിയിട്ട് ന്യൂസ് ചാനൽസിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പ്രശ്നമാകുന്നുണ്ട് ആ ഹാക്കേഴ്സിനെ പിടിക്കാനായി 10 ലക്ഷം രൂപയാണ് അവർ ഓഫർ ചെയ്യുന്നത്. എന്തായാലും ഈ വാർത്തയെല്ലാം കണ്ട നമ്മുടെ രാമു അവരെ പിടിക്കാൻ സഹായിക്കാമെന്ന് ഏറ്റേക്കുകയാണ്. എന്തായാലും മന്ത്രിമാരും പോലീസുകാരും എല്ലാവരും ചേർന്ന് ഇതെങ്ങനെ തടയാമെന്ന് അവരെ എങ്ങനെ പിടിക്കാമെന്നും വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ രാമു അവരെ കൊടുക്കാനുള്ള പ്ലാൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് അവന്റെ വീട്ടിൽ നമ്മുടെ കിളവഞ്ചി ഉണ്ടല്ലോ, അയാളുടെ കണ്ണാടി നമ്മുടെ രാമു പാത്തു വെച്ചേക്കായിരുന്നു. പക്ഷെ എവിടുന്നോ സ്പോണായ ഒരു കുരിപ്പ് ഈ കണ്ണാടി ആ കിളവൻ എടുത്തു കൊടുക്കുകയാണ്. എന്തായാലും ആ കണ്ണാടി വെച്ച് പത്രം വായിച്ച അയാൾക്ക് മനസ്സിലായി തന്റെ മകൻ ഈ പറയുന്ന പോലെ നല്ലവനൊന്നുമല്ല, അവന്റെ സസ്പെൻഷൻ ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എന്ത് അവൻ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ രാമുവിന്റെ അച്ഛൻ വന്നിട്ട് എന്താണ് അവന്റെ കുഴപ്പം, നിങ്ങളല്ലേ അവൻ ഇത്ര ആക്കിയത്, നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കഷ്ടപ്പെട്ട് ഈ പോലീസ് ആയത് തന്നെ, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ കിളവഞ്ചിയുടെ ചങ്ക് തകരുകയാണ്. ആൻഡ് ഉടനെ രാമുവിന്റെ അമ്മ അവനെ വിളിച്ച് പറയുന്നുണ്ട്, നിന്റെ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്, നിന്റെ മുത്തശ്ശൻ ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാൻ വൈകുന്നേരം വരാം, എനിക്കിപ്പോ ഒന്നും വരാൻ പറ്റത്തില്ല, ഞാൻ ഒരു കേസ് തെളിയിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് അവൻ അവരെ പിടിക്കാൻ പോവുകയായിരുന്നു. എന്തായാലും ഭയങ്കര പ്ലാനിങ്ങോടെ അവൻ അവരെ കുടുക്കി നല്ലോണം പെരുമാറുകയാണ് കേട്ടോ. കുറച്ച് ചെറുപ്പക്കാരായിരുന്നു അവര്. എന്തായാലും അവരെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന്റെ അമ്മ വിളിച്ചു പറയുന്നത് മുത്തശ്ശൻ മരിച്ചെന്ന്. അത് അവന് ഭയങ്കര വിഷമാവുകയാണ്. എന്തായാലും ഭയങ്കര നെട്ടലോടെ അവൻ ആ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അവൻ അന്ന് രാത്രി വരെ ഒറ്റ നിൽപ്പ് നിൽക്കുകയായിരുന്നു. എന്തായാലും അവൻ അവിടെ നിന്ന് മാറി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് അവിടെ ചുമരിലുള്ള എംജിആറിന്റെ പടത്തിൽ നിന്ന് നീ എന്താടാ ഈ കാണിച്ചത്, നിനക്ക് എന്റെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരു കണ്ണാടിയിലോട്ട് നോക്കുമ്പോഴാണ് താണ്ട്ര എംജിആർ അവന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്തായാലും പെട്ടെന്ന് സ്ക്രീനെല്ലാം ബ്ലാങ്ക് ആയിട്ട് നമ്മുടെ കിളവഞ്ചി വീണ്ടും വരികയാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഈ കിളവൻ ചത്തിട്ട് പോലും സ്വൈരം തരത്തില്ല എന്ന്. പക്ഷെ അങ്ങനല്ല, കിളവൻ പറയുന്നത് എന്തെന്ന് വെച്ചാ വാദ്യാരി അവനും നിന്റെ അംശമാണ്, എന്തായാലും അവൻ ഇച്ചിരി കുരുത്തക്കേടുണ്ടെന്നേ ഉള്ളൂ, എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് വാ വാദ്യാരി എന്ന് പറഞ്ഞ് അവൻ പോവുകയാണ്. പെട്ടെന്ന് താണ്ട്ര നമ്മുടെ രാമന്റെ ദേഹത്ത് എംജിആർ കയറിയിരിക്കുന്നു. അവിടെ സീൻ കട്ടായി നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത് ആ പിടിച്ചവരെയെല്ലാം നൈസായിട്ട് കൊന്നുകളയാനാണ് അവരുടെ പ്ലാന്. ആൻഡ് അവരോട് പറയുന്നത് ഇത് നിങ്ങളെ നോർമലായിട്ട് പിടിച്ചെന്ന് ഒരു തെളിവുണ്ടാക്കാൻ മാത്രമാണെന്നൊക്കെ പറയുമ്പോഴത്തേനും അവരും ഒരു ഭയത്തോടാണേലും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. പക്ഷെ അവിടെ വെച്ച് അവരെ കൊല്ലാൻ പോകുമ്പോഴാണ് നമ്മുടെ രാമു കണ്ണൊക്കെ കെട്ടി എംജിആറിനെ പോലെ ഒരു കുതിരപ്പുറത്ത് അങ്ങോട്ട് വരുന്നത്. ആൻഡ് ഈ കുതിരയൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അവിടെ ആ കിളവഞ്ചിയുടെ വേറൊരു കൂട്ടുകാരനുണ്ട്, അവനും എംജിആർ നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. ആൻഡ് അവന്റെ ഉടുതുണി പറിച്ചാണ് ഇവൻ വന്നേക്കുന്നത്. എന്തായാലും രാമനെ കണ്ടിട്ട് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എല്ലാരും കരുതുന്നത് ഇത് എംജിആർ ആണെന്നാണ്. അങ്ങനെ ആ വാദ്യാർ അങ്ങോട്ട് വന്നിട്ട് എല്ലാരും കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ. ബാറ്റ്മാനൊക്കെ മാറി നിൽക്കും, അമ്മാതിരി ഫൈറ്റ് ഒക്കെയാണ്. അങ്ങനെ എല്ലാരും അടിച്ചോടിച്ച് ആ പിള്ളേരെ രക്ഷിച്ചുകൊണ്ട് അവൻ പോവുകയാണ് കേട്ടോ. അവിടെ സീൻ കട്ടായി അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ രാമു ഒരു ടാങ്കിന്റെ പുറത്ത് കിടക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാമുവിന് ഈ എംജിആർ ആയി കഴിഞ്ഞാൽ അന്നേരത്തെ കാര്യങ്ങളൊന്നും ഒട്ടും ഓർമ്മ കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇതെന്താ സംഭവിച്ചെന്നൊക്കെ അവൻ ഇങ്ങനെ ഓർത്തെടുക്കാൻ നോക്കുകയാണ്. എന്നിരുന്നാലും അവനൊന്നും സാധിക്കുന്നില്ല. എന്തായാലും നമ്മുടെ കിളവഞ്ചിയുടെ അടക്കമൊക്കെ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കർമ്മം അനുസരിച്ച് 2 ദിവസം കഴിയാതെ അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. എന്തായാലും എല്ലാ ദിവസവും രാത്രിയിലും ഇവന്റെ ദേഹത്ത് എംജിആർ വന്ന് കയറുകയാണ് കേട്ടോ. അന്നേരം തന്നെ കുതിരയെടുത്ത് ഇവൻ നാട് നന്നാക്കാൻ പോവുകയാണ്. ആൻഡ് ഇവൻ ആരുടെ കയ്യിൽ നിന്നൊക്കെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ അവരുടെ സ്ഥാപനങ്ങളെല്ലാം ഇവൻ രാത്രി പോയി അടിച്ചൊടിക്കുകയാണ് കേട്ടോ. അമേരിക്കയിൽ സൂപ്പർമാനും ബാറ്റ്മാനും ഉണ്ടെങ്കിൽ ഇനി തമിഴ്നാട്ടിൽ വാദ്യാരുണ്ട്. അമ്മാതിരി ഫൈറ്റ് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും എല്ലാ ദിവസവും രാവിലെ ആകുമ്പോഴത്തേനും നമ്മുടെ രാമു ദേണ്ട ആ ടാങ്കിൽ കാണും. അതേ സമയത്ത് ഈ വാദ്യാർ നാട്ടിലിറങ്ങിയ കാര്യമൊക്കെ ഭയങ്കര വാർത്തയാവുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വാദ്യാരിനെ പിടിക്കാൻ നമ്മുടെ രാമുവിനെ ആ വില്ലൻ വിളിച്ചു വരുത്തുകയാണ് കേട്ടോ, മണ്ടൻ. ആൻഡ് അന്നേരം ആ വില്ലൻ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നത്, ഇത് പോയി കഴിഞ്ഞാൽ എനിക്കിനിയും തിരിച്ച് ആ കാലഘട്ടത്തിലോട്ട് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവൻ എങ്ങനെയൊക്കെ ഇവിടെ എത്തിയെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവന്റെ ശത്രുക്കളെ എല്ലാം അല്പം ഹൈറ്റ് ചെയ്യുന്ന കല്ലെറിഞ്ഞ് അങ്ങനെ കൊന്നാണ് നമ്മുടെ ഈ കൊടൂര വില്ലനുണ്ടല്ലോ അവൻ ഈ നിലയിലെത്തിയത്. എന്തായാലും നമ്മുടെ രാമുവിന് എങ്ങനെയും ആ വാദ്യാരിനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോഴാണ് ആ പെങ്കൊച്ചിന്റെ കാര്യം അവൻ ഓർക്കുന്നത്. ആൻഡ് അവളുടെ പേര് വൂന്നാണ് കേട്ടോ. എന്തായാലും അവൻ അങ്ങനെ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേനും താണ്ടെ പ്രാവയിലൊക്കെ വവ്വാല് തൂങ്ങി കിടക്കുന്ന പോലെ ഇവൾ ഒരു കാര്യമില്ലാതെ അവളുടെ വീട്ടിൽ തൂങ്ങി കിടക്കുകയാണ്. ആൻഡ് അവൻ വന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേനും പക്ഷെ അവൾ ശ്രദ്ധിച്ചത് അവന്റെ ശരീരത്തിൽ നിന്ന് ഉയരുന്ന പുക മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി അവനെ ടെസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. എന്തായാലും അവനെ അവിടെ കിടത്തി അന്ന് രാത്രിയായപ്പോൾ ഇവന്റെ ശരീരത്തിൽ എംജിആർ കയറുകയാണ്. ആദ്യമൊന്നും ഇവൾക്ക്
ഇതാരോ എന്താണെന്നൊന്നും മനസ്സിലായില്ല. എന്നിരുന്നാലും അവസാനം നമ്മുടെ എംജിആറിന്റെ കൊണയടിയെ കേട്ടിട്ട് അവൾക്കത് വാദിയാർ തന്നെയാന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. എന്തായാലും പിറ്റേ ദിവസം ആവുകയാണ് കേട്ടോ. നമ്മുടെ രാമുവിനെ ഇപ്പം മറ്റേ വില്ലന്റെ ആൾക്കാർ വിളിച്ചു വരുത്തിയേക്കാണ്. അങ്ങനെ അവൻ ചെന്ന് നോക്കുമ്പോഴത്തേനും ഈ പെങ്കൊച്ചും അവിടെ ഇരിക്കുന്നു. ആൻഡ് അന്നേരമാണ് മനസ്സിലാവുന്നത് ആ വാദിയാർ ആ പെൺകൊച്ചിന് ബായ് പറഞ്ഞു പോകുന്നത് ഒരു CCTV-യിൽ പതിഞ്ഞു. പക്ഷെ ആ ഫേസ് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവളെ വെച്ച് ആ വാദിയാറിനെ വിളിച്ചു വരുത്താൻ പോവുകയാണ്. എന്തായാലും അന്ന് രാത്രി അവളെ ഒരു ടെറസിൽ കെട്ടിയിട്ട് വാദിയാരെ വിളിക്കുവാൻ പറയുകയാണ് കേട്ടോ. ആ കൂട്ടത്തിൽ നമ്മുടെ രാമു ഉണ്ടായിരുന്നു. എന്തായാലും അവരെല്ലാം CCTV നോക്കിയിരിക്കുമ്പോഴാണ് അവളെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് കരയുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ അവിടെ കറണ്ട് എല്ലാം പോവുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ രാമുവിന്റെ ദേഹത്ത് ആ MGR കയറി അവരെല്ലാം അടിക്കുകയാണ് കേട്ടോ. ആൻഡ് ഇവർക്ക് സംശയം തോന്നാതിരിക്കാൻ ഇടയ്ക്ക് നമ്മുടെ രാമുവിനെ എടുത്തെറിയുന്ന പോലെ അവൻ അവിടെ പോയി വീഴുകയാണ്. എന്തായാലും പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അവൻ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറ്റിയെന്നൊന്നും ഇവന് ഓർമ്മ കിട്ടുന്നേ ഇല്ല. അപ്പോഴായിരുന്നു ടെറസിൽ നിന്ന് അവന്റെ അമ്മ കരഞ്ഞു വിളിക്കുന്നത്. അങ്ങനെ അവൻ ചെന്ന് നോക്കുമ്പോഴത്തേനും ദാണ്ടറ കാണാതെ പോയ ആ ഹാക്കേഴ്സ് എല്ലാം അവന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെ അവരെ അടിക്കാനായിട്ട് പോകുമ്പോഴാണ് ഇവന്റെ ശരീരത്തിൽ വീണ്ടും MGR കയറിയിട്ട് അവനോട് തന്നെ സംസാരിക്കുകയാണ്. മോനെ, ഞാനിപ്പൊ നിന്റെ മുമ്പിൽ വരുത്തില്ലെന്നാണ് കരുതിയത്. എന്തായാലും നീ ഒന്ന് ഒതുങ്ങണം കേട്ടോ, ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് വാദിയാരെ ആ പിള്ളേരെ എല്ലാം രക്ഷിച്ചോണ്ട് പൂവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും വീടെത്തിയപ്പോ ബോധം വന്ന നമ്മുടെ രാമുവിനെ കുറച്ച് പോലീസുകാർ വിളിച്ചോണ്ട് പോവുകയാണ്. എന്താന്ന് വെച്ചാൽ ആ മണ്ടന്മാർക്ക് ഇപ്പോഴാണ് സംശയം അടിക്കുന്നത്, അതായത് ആ വാദിയാര് ഈ രാമു തന്നെയാണെന്ന്. എന്തായാലും ആ സംശയം മാറ്റാനായിട്ട് അവർക്ക് ഓൾറെഡി ആ വാദിയാറിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. അത് ഇവന്റെ ഫിംഗർ പ്രിന്റുമായിട്ടൊന്ന് മാച്ച് ചെയ്യണം. പക്ഷെ അവൻ എന്തൊക്കെയോ ഓർമ്മയുണ്ട് ഇവന്റെ ശരീരത്തിലാണ് ഈ വാദിയാർ കയറുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണോ അറിയാതെ അവൻ ഒരു ടോയ്ലറ്റിലേക്ക് കയറുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ വാദിയാർ ഇടപെട്ടിട്ട് ആ ഹാക്കേഴ്സിനെ വിളിച്ച് അവിടുത്തെ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ മാച്ച് ആക്കാൻ നോക്കുമ്പോഴത്തേനും മാച്ച് ഫെയിലായാണ് അവിടെ കാണിക്കുന്നത്. എന്തായാലും നല്ല തന്ത്രപരമായിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. എന്തായാലും പിറ്റേ ദിവസം രാത്രി ആയപ്പോഴത്തേനും നമ്മുടെ വാദിയാർ ആ പിള്ളേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിള്ളേര് ഈ വില്ലന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ തകർക്കണമെങ്കിൽ അയാളുടെ വിവരങ്ങളെല്ലാം ചോർത്തണം. അതിനായിട്ട് അവർക്ക് വേണ്ടത് അയാളുടെ മകളുടെ ഫോണിന്റെ ആക്സസ് ആയിരുന്നു. എന്തായാലും നമ്മുടെ വാദിയാരുണ്ടല്ലോ, അവൻ വളരെ തന്ത്രപരമായിട്ട് അവളുടെ അടുത്തോട്ട് പോയി ആ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് നിലത്തിടുകയാണ്. അതേ തക്കം നോക്കി ആ പിള്ളേർ ആ ഫോണെല്ലാം ആക്സസ് ചെയ്ത് അവളുടെ ഫോൺ ചോർത്തുകയാണ് കേട്ടോ. എന്തായാലും പിറ്റേ ദിവസം ആയപ്പോഴത്തേനും നമ്മുടെ വില്ലൻജി ഉണ്ടല്ലോ, എന്റെ മകളെ തൊട്ട് ആ വാദിയാറിനെ പിടിക്കാൻ ഇവിടെ പോലീസുകാരൊന്നും ഇല്ലെന്ന് ചോദിച്ച് അവന്റെ തറവാട് വീട് പോലെ ആ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുകയാണ്. എന്നിട്ട് അയാൾ ആ പോലീസുകാരോട് നിങ്ങൾ ഒരു 2 ദിവസത്തേന് കണ്ണടയ്ക്കണം, ആ വാദിയാരെ തീർക്കാൻ ഞാൻ വലിയ ഗുണ്ടകളെ ഒക്കെ ഇറക്കാൻ പോകാന്ന് പറയുന്നു. ആൻഡ് ഇവന്റെ ഈ കൊണയടി ഉണ്ടല്ലോ, ഇത് കേൾക്കുമ്പോൾ നമ്മൾ കരുതും മറ്റേ കത്തിക്കാത്ത വില്ലന്മാരില്ലേ അവന്മാരെ പോലെ തടിയന്മാരെ ഇറക്കാൻ പോകുന്നു. പക്ഷെ അങ്ങനൊന്നും അല്ല, ഏതാണ്ട് പെരുമ്പാവൂരി കാണുന്ന ബംഗാളിമാരെ പോലെ കുറച്ച് ആൾക്കാരെ ഇറക്കുകയായിരുന്നു. എന്തായാലും അന്ന് രാത്രി ആയപ്പോഴത്തേനും നമ്മുടെ ഹാക്കേഴ്സിന് ആ വില്ലനെ പറ്റിയുള്ള കുറെ വിവരങ്ങൾ കിട്ടുകയാണ്. അതേസമയം വാദിയാർ ഇത് കണ്ടിട്ട് ഇതെല്ലാരെയും അറിയിക്കണം എന്ന് പറഞ്ഞ് അതിന്റെ കുറെ കോപ്പി എടുത്ത് USB ആക്കി കുറച്ച് അമ്പുകളിൽ അറ്റത്ത് കുത്തുകയാണ്. ആൻഡ് ഇവൻ രാത്രി ഉരുതണ്ടാൻ ഇറങ്ങുമ്പോഴത്തേനും ഈ അമ്പ് ഓരോ ന്യൂസ് ചാനലിന്റെ ഫ്രണ്ടിലോട്ട് എയ്യുകയാണ്. ആക്ച്വലി ഇവർക്ക് ഇത് നേരിട്ട് അങ്ങ് ന്യൂസ് ചാനലിൽ കൊടുത്താൽ പോരായിരുന്നു. അതെന്തിലോട്ട്. എന്തായാലും ഇവൻ ഇങ്ങനെ പോകുന്ന പോക്കിന് ആ വില്ലൻ ഇറക്കിയ ഗുണ്ടകളെല്ലാം ഇവന്റെ പുറകെ വരികയാണ്. അവസാനം അവൻ അവരെല്ലാം കൂടെ ഒരു ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അവിടെ വെച്ച് നമ്മുടെ വാദിയാരെ അവരെല്ലാം കൂടെ വളയുകയാണ്. എന്നിരുന്നാലും ഈ സൂപ്പർ ഹീറോ എല്ലാത്തിനും അടിച്ചടിച്ചടിച്ച് ഒരു പരുവാക്കുകയാണ്. എന്തായാലും വാദിയാർ അവരെല്ലാം അടിച്ചോടിക്കുകയാണ്. പക്ഷെ അവസാനം എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം പുറകിൽ നിന്ന് ആരോ രക്ഷിക്കണേന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ വാദിയാർക്ക് പിന്നിൽ നിന്ന് കുത്തു കിട്ടുന്നത്. എന്തൊക്കെയായാലും അവൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് അവര് രണ്ടുപേരെ ഓടിക്കുകയാണ് കേട്ടോ. പക്ഷെ ആ മുറിവ് കാരണം അവന് വല്ലാണ്ട് വയ്യാതാവുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ കുതിരപ്പുറത്ത് കയറി എങ്ങനെയൊക്കെ ആൾക്കാരുള്ള സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ആ ജനങ്ങളെല്ലാം അവനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്. ഇതേ സമയത്ത് ന്യൂസിലൊക്കെ ഭയങ്കര വാർത്തയാവുകയാണ് കേട്ടോ. അതായത് വാദിയാർ കൊടുത്ത ക്ലിപ്പ് എന്തുവാണെന്ന് അറിയാമോ? അതായത് ആദ്യമേ നമ്മുടെ CM-ന്റെ അടുത്ത് പോയി ആ വില്ലൻ ഷൂട്ടിംഗ് ഓർഡർ ഒക്കെ ചോദിച്ചില്ലായിരുന്നു. ആ വില്ലന്റെ വാച്ചിൽ ക്യാമറ ഉണ്ടായിരുന്നു. ആ വില്ലൻ ഇത് പിന്നീട് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് അവരുടെ ഡാറ്റാബേസിൽ കൊണ്ട് വെക്കുകയായിരുന്നു. പക്ഷെ അത് ഇവര് ഹാക്ക് ചെയ്ത് അങ്ങനെ ന്യൂസിന് കൊടുക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും CM ഉൾപ്പെട്ടുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പ്രശ്നമാവുകയാണ്. അതുകൊണ്ട് തന്നെ ആ വില്ലന് മകളോടെ രാത്രിക്ക് രാത്രി തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ CM-ന് ഭയങ്കര ദേഷ്യമാവുകയാണ്. അതുകൊണ്ട് തന്നെ ആ CM വേറെ ഏതോ ഒരുത്തിനെ വിളിച്ചിട്ട് ആ വില്ലനെ അങ്ങ് കൊന്നുകളയാൻ പറയുകയാണ്. ആക്ച്വലി ഈ വേറെ ഒരുത്തൻ ആരാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ആ വില്ലൻ ഓടിക്കുന്ന ഡ്രൈവർ ഇല്ലേ, ആ ഡ്രൈവർ ഈ വേറെ ഒരുത്തന്റെ ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഡ്രൈവർ ഓൺ ദി സ്പോട്ടിൽ തന്നെ അവർ രണ്ടുപേരെ കൊന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. എന്താണല്ലേ, വാദിയാറിന്റെ കൈ കൊണ്ട് മരിക്കുമെന്ന് പ്രതീക്ഷപ്പെടുത്തേനും വേറെ ഒരു ബന്ധമില്ലാത്ത ആളുടെ കയ്യിൽ നിന്ന് മരിക്കേണ്ടി വന്നു. കൊടൂര വില്ലൻ തന്നെ. എന്തായാലും പിറ്റേ ദിവസമായി പ്രതീക്ഷ പോലെ തന്നെ രാമു രക്ഷപ്പെടുകയാണ് കേട്ടോ. ആൻഡ് രാമു ആണ് ഈ വാദിയാരെന്ന് പറഞ്ഞ് അവനെ കാണാനേ ആ ജനങ്ങളെല്ലാം ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ വന്ന് നിൽക്കുകയാണ്. എന്തായാലും അവനെ ആ കണ്ണെല്ലാം കെട്ടിയിട്ട് അവരുടെ മുമ്പിലോട്ട് വന്ന് നിൽക്കുന്ന കാണിച്ച് ഈ അപരാധം പിടിച്ച പടം അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ആൻഡ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ അപരാധം
പ്രയാസം പിടിച്ച പടം കാണുന്നതിൽ നിന്ന് ഞാൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ പടം എന്നോട് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ ഓക്കെ, ബൈ.